ഇന്ന് ഫാർമക്കോളജി ടോപ്പിക്കാണ് ബ്രോങ്കിയൽ ആസ്മ. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ആൻഡ് ഷോർട്ട് എസ്സേ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. ദെൻ ബ്രോങ്കിയൽ ആസ്മയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്നിയ ആൻഡ് വീസ്. ഡിസ്നിയ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ആൻഡ് വീസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബ്രീത്തിങ് ടൈമിൽ. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു റെസിസ്റ്റൻസ് കാരണം. റെസിസ്റ്റൻസ് വെച്ചാൽ ഫ്ലോ ഓഫ് എയർ ത്രൂ ബ്രോങ്കസിനുള്ള റെസിസ്റ്റൻസ് കാരണം. എന്തുകൊണ്ടായിരിക്കും റെസിസ്റ്റൻസ് കൂടുന്നത്? ഇവിടെ നാരോയിങ് ഓഫ് എയർവേ സംഭവിച്ചതുകൊണ്ട്. നാരോയിങ് ഓഫ് എയർവേയുടെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ബ്രോങ്കോസ്പാസം, മ്യൂക്കോസൽ കഞ്ചഷൻ ആൻഡ് എഡിമ സംഭവിച്ചിട്ടുണ്ടാകും. ഈ ബ്രോങ്കോസ്പാസം, മ്യൂക്കോസൽ കഞ്ചഷൻ ആൻഡ് എഡിമ എന്നുള്ളത് മാസ്റ്റൽ ഡീഗ്രാനുലേഷൻ സംഭവിച്ചിട്ട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ്. അത് വരാനുള്ള റീസണാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ. ഇത് അലർജൻ വന്നിട്ട് ഈ മാസ്റ്റ് സെല്ല് ഓൾറെഡി സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള മാസ്റ്റ് സെല്ല് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ മാസ്റ്റ് സെല്ല് ഡീഗ്രാനുലേറ്റ് ചെയ്യും. അങ്ങനെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഇതുകൊണ്ടാണ് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാവുന്നത്. ഡ്രഗ്സ് ഫോർ ബ്രോങ്കിയൽ ആസ്മ മെയിൻലായി ഡിവൈഡ് ചെയ്യുന്നത് 5 സബ് ക്ലാസ്സസ് ആയിട്ടാണ്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ്, മാസ്റ്റ് സെൽ സ്റ്റെബിലൈസർ, IgE ആൻറ്റിബോഡി ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് തന്നെ ബീറ്റ-2 സിമ്പത്തോമൈമെറ്റിക്സ് ഉണ്ട്, മീഥൈൽ സാന്തൈൻസ് ഉണ്ട്, ആൻറ്റികോളിനർജിക്സ് ഉണ്ട്. ദെൻ ഈ ബീറ്റ സിമ്പത്തോമൈമെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ആക്ടിങ്, ലോങ് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് തന്നെയാണ് ഇൻക്ലൂഡ് ആവുന്നത്. അതാണ് സാൽബ്യൂട്ടമോൾ, തെർബ്യൂട്ടാലിൻ, ടോംബ്യൂട്ടമോൾ, ഫോർമോട്ടറോൾ, സാൽമെട്രോൾ എക്സെട്ര. ദെൻ മീഥൈൽ സാന്തൈൻസ് എന്ന് പറയുമ്പോൾ തിയോഫിലിൻസ് ആൻഡ് അമിനോഫിലിൻസ് ആണ് ഓർത്ത് വെക്കേണ്ട 2 ഗ്രൂപ്പ്സ്. ദെൻ ആൻറ്റികോളിനർജിക്സ് എന്ന് പറയുമ്പോൾ ഹിപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആൻഡ് തയോട്രോപ്പിയം ബ്രോമൈഡ്. നെക്സ്റ്റ് വരുന്നത് ലൂക്കോട്രൈൻസ് ആണ്. ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ മോണ്ടി ലൂക്കാസ് ആൻഡ് സാഫിർ ലൂക്കാസ്റ്റ്. ദെൻ മോണ്ടി ലൂക്കാസിനകത്ത് ലൂക്കാസ് വരുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ലൂക്കോട്രൈൻസിൻ്റെ ആൻറ്റഗോണിസ്റ്റിനെ ഓർത്ത് വെക്കാൻ പറ്റും. ദെൻ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ആണ് സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് ആൻഡ് കീറ്റോടിഫിൻ. ദെൻ IgE ആൻറ്റിബോഡീസ് ആണ് ഒമാലിസുമാബ് ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. സിസ്റ്റമിക്കുണ്ട്, ഇൻഹലേഷണലും ഉണ്ട്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ പ്രെഡ്നിസോളോണും, ഇൻഹലേഷണൽ എന്ന് പറയുമ്പോൾ ഫ്ലൂട്ടിക്കാസോൺ ആൻഡ് ബെക്ലോമെത്താസോൺ. ആൻഡ് ഇത് ഓർത്ത് വെക്കാനായിട്ട് ബ്രോങ്കിയൽ ആസ്മ എന്ന് തന്നെ ഓർക്കുക. ബ്രോങ്കിയൽ ആസ്മയുടെ BRONC ഇത്ര ഓർക്കുമ്പോൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്നുള്ള പേര് കിട്ടും. ദെൻ ലൂക്കാസ്റ്റ് ഓർത്ത് വെക്കാൻ ഈ നമ്മൾ ഓർക്കുക, AL ലൂക്കാസ്റ്റ് ആൻറ്റഗോണിസ്റ്റ്. ദെൻ IgE ആൻറ്റിബോഡി അല്ലേ, ഈ A ഫോർ IgE ആൻറ്റിബോഡി. ദെൻ ആസ്തമയിലെ ഇവിടെ ഒരു M ഇട്ട മാസ്റ്റ് എന്ന് വയ്ക്കാൻ പറ്റും. സോ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസർ ആൻഡ് ഓൾസോ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആർ ദി ഗ്രൂപ്പ്. ഇപ്പോൾ ബ്രോങ്ക് വെച്ചിട്ട് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, ദെൻ I വെച്ചിട്ട് IgE ആൻറ്റിബോഡി, AL വെച്ചിട്ട് ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ്, ഇവിടെ M ഇട്ട മാസ്റ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ഇനി ബ്രോങ്കോ ഡയലേറ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. ഇത് ബീറ്റ-2 റിസപ്റ്ററിലും ആൽഫ റിസപ്റ്ററിലും ആക്ട് ചെയ്യുന്നുണ്ട്. ബീറ്റ-2 റിസപ്റ്ററിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് ബ്രോങ്കിയൽ സ്മൂത്ത് മസിലിനെയാണ്. ബ്രോങ്കിയൽ സ്മൂത്ത് മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ വഴി ATP സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. ബൈ ആക്ടിവേറ്റിംഗ് അഡിനിനൽ സൈക്ലിസ്, അങ്ങനെ സൈക്ലിക് AMP ലെവൽ റേസ് ചെയ്യും. സൈക്ലിക് AMP ലെവൽ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ ഉണ്ടാക്കും. അതാണ് ബ്രോങ്കോ ഡയലേഷൻ. അതുകൂടാതെ ഡിക്രീസസ് ദി റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. ഇതാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. മ്യൂക്കോസൽ ആൻഡ് ഓൾസോ ഈ ആൽഫ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഡിക്രീസസ് ദി മ്യൂക്കോസൽ കൺജഷൻ. ഇങ്ങനെയാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. പിന്നെ 2 ഡ്രഗ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ ബ്രോങ്കോസ്പാസം എന്നുള്ളത് ബീറ്റ-2 സിമ്പത്തോമൈമെറ്റിക്സ് ആൻഡ് സാൽമെട്രോൾ പ്രിവെൻഷൻ ഓഫ് നോക്ടർണൽ ആസ്മാറ്റിക് അറ്റാക്കിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മീഥൈൽ സാന്തൈൻ എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ്, 3 മെക്കാനിസം ഓഫ് ആക്ഷനാണ് വരുന്നത്. 3 രീതിയിലാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട്. ഒന്ന് ബൈ ഡിക്രീസിങ് ദി ഫോസ്ഫോഡയസ്റ്ററീസ് ഡിക്രീസ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സൈക്ലിക് AMPയുടെ ഡീഗ്രാനുലേഷൻ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ സൈക്ലിക് AMPയുടെ ഡീഗ്രാനുലേഷൻ റെഡ്യൂസ് ചെയ്തായിട്ട് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആൻഡ് ബ്രോങ്കോ ഡയലേഷൻ. നേരത്തെ പറഞ്ഞ സെയിം ഇഫക്റ്റ് തന്നെ വരുന്നത്, ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആൻഡ് ബ്രോങ്കോ ഡയലേഷൻ. രണ്ടാമത്തെ ആക്ഷൻ ബ്ലോക്ക് ദി അഡിനോസിൻ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോങ്കോ ഡയലേഷൻ സംഭവിക്കും. അതുകൂടാതെ ഡീഅസറ്റിലേഷനും ഹിസ്റ്റമിനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീഅസറ്റിലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ ഇൻഹിബിറ്റ് ദി റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. ആൻറ്റികോളിനർജിക്സ് എന്ന് പറയുമ്പോൾ മസ്കാരിനിക് ഡ്രഗ് റിലാക്സൻ്റ് ആണ്. മസ്കാരിനിക് ഡ്രഗ്സ് എന്ത് ചെയ്യും? റിലാക്സസ് ദി ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ. ആൻഡ് ഈ ആൻറ്റികോളിനർജിക്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് COPD-യിലാണ്.
നൗ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിറോയിഡ് റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നവരാണ്. സ്റ്റിറോയിഡ് റിസപ്റ്റേഴ്സ് സാധാരണയായിട്ട് കാണുന്ന സൈറ്റോപ്ലാസത്തിലാണ്. ഇവർ സൈറ്റോപ്ലാസത്തിൽ സ്റ്റിറോയിഡ് റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് സൈറ്റോപ്ലാസത്തിലെ സ്റ്റിറോയിഡ് റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്ത് ആ ഒരു കോംപ്ലക്സ് ന്യൂക്ലിയസിലേക്ക് കിടക്കും. അങ്ങനെ ഇറ്റ് ബൈൻഡ്സ് ദ DNA ആൻഡ് ഇൻഡ്യൂസസ് സിന്തസിസ് ഓഫ് സ്പെസിഫിക് mRNA. mRNA സ്പെസിഫിക് സിന്തസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റീസ് ഉണ്ടാക്കും. അതെന്ന് പറയുന്നത് ഡിക്രീസസ് ഫോർമേഷൻ ഓഫ് സൈറ്റോകൈൻസ്. ദെൻ ഇൻഹിബിറ്റ് ദി പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് ആൻഡ് പ്രൊമോട്ട് ഓർ ഇൻഡ്യൂസ് ദി ലിപ്പോകോർട്ടിൻസ് ദസ് ഡിക്രീസിങ് ദി ലുക്കോട്രൈൻ സിന്തസിസ്. ദെൻ അതുകൂടാതെ ഡിക്രീസ് ഇന്റർലൂക്കിൻ-3 റിലീസ്. ഇന്റർലൂക്കിൻ-3യുടെ റിലീസ് കുറയ്ക്കുമ്പോൾ എന്തൊരു ഇൻഫ്ലമേഷനൊക്കെ കുറയും. അതുകൂടാതെ ഡിക്രീസസ് ദി ഈസ്നോഫിലിക് ഇൻഫ്ലക്സ് ഇൻ ദി ലങ്സ്. ഈസ്നോഫിൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? suppresses the mediator release by decreasing the eosinophilic influx into the lungs. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുന്നത് മാസ്റ്റർ സെൽ സ്റ്റെബിലൈസേഴ്സിൻ്റെയാണ്. മാസ്റ്റർ സെൽ സ്റ്റെബിലൈസർ പേര് പോലെ തന്നെ ആദ്യം സ്റ്റെബിലൈസേഴ്സ് ദി മാസ്റ്റർ സെൽ മെംബ്രെയിൻ ആൻഡ് ഓൾസോ ഇൻഹിബിറ്റ് ഡീഗ്രാനുലേഷൻ. സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ സെല്ലിനെ ഡീഗ്രാനുലേഷൻ ചെയ്യാതിരിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിക്രീസസ് ദ റിലീസ് ഓഫ് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. നെക്സ്റ്റ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് സൈറ്റോകൈൻ റിലീസ് കുറയ്ക്കും. ദസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒന്നും റിലീസ് ചെയ്യുന്നില്ല. ദെൻ ഇവിടെ ന്യൂട്രോഫിൽസ് അങ്ങനെ കുറേ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല. ദെൻ ഡിപ്രസസ് ദി ന്യൂറോണൽ റിഫ്ലെക്സ് ഡിപ്രസ് ചെയ്യുമ്പം ഓൾ ബൈ ഓൾട്ടറിങ് ക്ലോറൈഡ് ചാനൽ ഓൾട്ടറിങ് നടത്തിയിട്ടാണ് ഡിപ്രസ് ചെയ്യുന്നത് ന്യൂറോണൽ റിഫ്ലെക്സസ്. ദെൻ IgE ആൻറ്റിബോഡി ആൻറ്റിബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ ദേ ബൈൻഡ് വിത്ത് IgE മോളിക്യൂൾസ്. അങ്ങനെ IgEൻ്റെ കൂടെ ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ദസ് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഈ IgEക്ക് മാസ്റ്റർ സെല്ലിനോട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ മാസ്റ്റർ സെൽ ഡീഗ്രാനുലേഷൻ നടക്കില്ല. അങ്ങനെയും ബ്രോങ്കോ ഡൈലേഷൻ അതുപോലെ തന്നെ ഇൻഹിബിറ്റ് റിലീസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സൊക്കെ സംഭവിക്കും. ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ബ്രോങ്കിയൽ ആസ്മയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്നിയും വീസുമാണ് വരുന്നത്. എന്തുകൊണ്ട് ഡിസ്നിയും വീസും? നാരോയിങ് ഓഫ് എയർവേ സംഭവിക്കുന്നുണ്ട്. ഡ്യൂ ടു ബ്രോങ്കോസ്പാസം, മ്യൂക്കോസൽ കൺജഷൻ ആൻഡ് എഡിമ. ഇവിടെ നാരോയിങ് ഓഫ് എയർവേ സംഭവിക്കും. സോ റെസിസ്റ്റൻസ് കൂടും, ഫ്ലോ ഓഫ് എയറിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ആൻഡ് ഓൾസോ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ദസ് ഇവിടെ മാസ്റ്റർ ഡീഗ്രാനുലേഷൻ റിലീസസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. ആ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സാണ് ബ്രോങ്കോ ഡൈലേഷൻ, മ്യൂക്കോസൽ കൺജഷൻ ആൻഡ് എഡിമ ഉണ്ടാക്കുന്നത്. പിന്നെ പറഞ്ഞത് ഡ്രഗ് ഫോർ ബ്രോങ്കിയൽ ആസ്മ. അത് ഓർത്ത് വെക്കാനായിട്ട് ബ്രോങ്കിയൽ ആസ്മ തന്നെ ഓർക്കുക. അതിനകത്ത് ബ്രോങ്ക് ഫോർ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്. അത് ബീറ്റാ സിമ്പത്തോമൈമെറ്റിക്സിൻ്റെ മീറ്റാസാന്തീൻസ് ആൻഡ് ആൻറ്റികോളിനർജിക്സ്. ബീറ്റാ സിമ്പത്തോമൈമെറ്റിക്സ് ആണ് സാൽബ്യൂട്ടമോൾ ആൻഡ് ടെർബ്യൂട്ടാലിൻ. മീഥൈൽസാന്തീൻസ് ആണ് തിയോഫിലിൻ ആൻഡ് അമിനോഫിലിൻ. ആൻറ്റികോളിനർജിക്സ് ആണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആൻഡ് തയോട്രോപ്പിയം ബ്രോമൈഡ്. ദെൻ ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ് ഉണ്ട്. അതാണ് അടുത്ത് നമ്മൾ പറഞ്ഞത് I for anti-IgE ആൻറ്റിബോഡി. IgE ആൻറ്റിബോഡി ഒമാലിസമാബ് ആണ്. ദെൻ ബ്രോങ്കിയൽ AL ഫോർ ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ്, മോണ്ടിലൂക്കാസ് ആൻഡ് സാഫിയർലൂക്കാസ്റ്റ്. ദെൻ ആസ്തമയ്ക്ക് നമ്മൾ മാസ്റ്റ് ഒരു ഇട്ടോടെ മാസ്റ്റ് എന്ന് വയ്ക്കാം. ദാറ്റ് ഈസ് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ആണ് സോഡിയം ക്രോമോഗ്ലിക്കേറ്റ് ആൻഡ് കീറ്റോട്ടിഫൻ. ദെൻ ലാസ്റ്റ് ഉണ്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് സിസ്റ്റമിക്കും ഇൻഹലേഷനുള്ളത്. സിസ്റ്റമിക്കാണ് പ്രെഡ്നിസോലോൺ, ഇൻഹലേഷനിലായിട്ടുള്ളത് ഫ്ലൂട്ടിക്കാസോൺ ആൻഡ് ബെക്ലോമെത്താസോൺ. ദെൻ ബ്രോങ്കോ ഡൈലേറ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. ഇത് ബൈ ബീറ്റ-2 റിസപ്റ്ററിനും ആൽഫ റിസപ്റ്ററിൽ പോയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ബീറ്റ-2 റിസപ്റ്ററിലാണെങ്കിൽ ബ്രോങ്കിയൽ സ്മൂത്ത് മസിലിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അഡ്രിനൽ സൈക്ലസിനെ ആക്ടിവേറ്റ് ചെയ്യും ബൈ സൈക്ലിക് GMP റിസപ്റ്റർ വഴി. ദെൻ ഇൻക്രീസസ് ദി cyclic AMP ലെവൽ ആൻഡ് സൈക്ലിക് AMP ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ നടക്കുന്നതാണ് ബ്രോങ്കോ ഡൈലേഷൻ. ഓൾസോ റെഡ്യൂസസ് റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. കൂടാതെ ആൽഫ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുമ്പോൾ ഡിക്രീസസ് മ്യൂക്കോസൽ കൺജഷൻ വരും. ദെൻ സാൽമെട്രോൾ എന്ന് പറയുമ്പോൾ ദ പ്രിവെൻഷൻ ഓഫ് നോക്ചറൽ ആസ്മാറ്റിക് അറ്റാക്കാണ് സാൽമെട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ് ഫോർ ബ്രോങ്കോസ്പാസം എന്നുള്ളത് ബീറ്റ-2 സിമ്പതോമൈമെറ്റിക്സ് ആണ്. ദെൻ മീഥൈൽസാന്തീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 മെക്കാനിസമാണ് വരുന്നവർക്ക് തന്നെ. ഡിക്രീസസ് ദി ഫോസ്ഫോഡയസ്റ്ററേസ് ബൈ ഇൻഹിബിറ്റിംഗ് ദി ഫോസ്ഫോഡയസ്റ്ററേസ്. സൈക്ലിക് AMP ലെവലിൻ്റെ ഡീഗ്രാനുലേഷൻ നടക്കുന്നില്ല. സോ സൈക്ലിക് AMPയുടെ അക്യുമുലേഷൻ ഇവിടെ സംഭവിക്കുന്നു. സോ ബ്രോങ്കോ ഡൈലേഷൻ ആസ് വെൽ ആസ് ഇൻഹിബിറ്റ് ദി റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. ഇങ്ങനെയാണ് മീഥൈൽസാന്തീൻസ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് അഡിനോസിൻ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇത് കോസസ് ബ്രോങ്കോ ഡൈലേഷൻ ആൻഡ് ഡീഅസിറ്റൈലേഷൻ ഓഫ് ഹിസ്റ്റമിൻ. ഈ ഡീഅസിറ്റൈലേഷൻ ഓഫ് ഹിസ്റ്റമിനെ ഡീഅസിറ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹിസ്റ്റമിൻ തന്നെ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്ററാണ്. ദെൻ ആൻറ്റികോളിനർജിക്സ് and anti-muscarinic drug relaxes the bronchial smooth muscle and they are mainly used in COPD. Then glucocorticoids.
ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ബൈൻഡ് ടു സ്റ്റിറോയിഡ് റിസപ്റ്റേഴ്സ് സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നത്. ഈ കോംപ്ലക്സ് ന്യൂക്ലിയസിലേക്ക് പോകും. ന്യൂക്ലിയസിൽ ബൈൻഡ് ടു DNA ആൻഡ് ഇൻഡ്യൂസ് സിന്തസിസ് ഓഫ് mRNA സ്റ്റാൻഡ് ഇൻഡ്യൂസ് ചെയ്യും, സിന്തസൈസ് ചെയ്യും. അങ്ങനെ mRNA സ്റ്റാൻഡിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ടാവും. ആൻറ്റി ഇൻഫ്ലമേഷൻ തടയാനുള്ളതാണ്. അങ്ങനെ സൈറ്റോകൈനിൻ്റെ റിലീസ് കുറയ്ക്കും, ഫോർമേഷൻ കുറയ്ക്കും, പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഫോർമേഷൻ കുറയ്ക്കും, ലിപ്പോകോട്ടീൻസ് ഇൻഡ്യൂസ് ചെയ്യും, കാരണം ല്യൂക്കോട്രൈൻ സിന്തസിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന interleukin-3 റിലീസും കുറയ്ക്കും. ദെൻ ഈസ്നോഫിൽ ഇൻഫ്ലക്ഷൻ ചെയ്ത് ലങ്സ് കുറയ്ക്കും. ദസ് അവിടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ ആക്ഷൻസ് നടക്കുന്നില്ല. നെക്സ്റ്റ് മാസ്റ്റർ സെൽ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ സ്റ്റെബിലൈസ് ചെയ്യും മാസ്റ്റർ സെൽ മെമ്പറൈൻ, ദസ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. അതുപോലെ സൈറ്റോകൈൻ റിലീസ് കുറയ്ക്കുന്നുണ്ട്. ദെൻ ക്ലോറൈഡ് ചാനൽ ഓൾട്ടറേറ്റ് ചെയ്തിട്ട് ന്യൂറോണൽ റിഫ്ലക്സിൻ്റെ ഡിപ്രഷൻ നടത്തുന്നുണ്ട്. ദെൻ ആൻറ്റി-IgE ആൻറ്റിബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഡ്രഗ് ബൈൻഡ് വിത്ത് IgE, ദെൻ ഫോം എ കോംപ്ലക്സ്, ദെൻ IgE കനോട്ട് ബൈൻഡ് ടു ഇറ്റ്സ് റിസപ്റ്റർ ഓൺ ദി മാസ്റ്റർ സെൽ. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്മയാണ് പറയുന്നത്. മൈൽഡ് ആസ്മയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റേഴ്സ് പ്ലസ് ഇൻഹലേഷണൽ സ്റ്റിറോയിഡ്സ്. മോഡറേറ്റ് ആസ്മയാണെന്നുണ്ടെങ്കിൽ ലോങ് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റേഴ്സ് പ്ലസ് ഇൻഹലേഷണൽ സ്റ്റിറോയിഡ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ സ്റ്റാറ്റസ് അസ്മാറ്റിക്കസ് എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇതിൻ്റെ ഡ്രഗ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നെബുലൈസേഷൻ ഓഫ് ബീറ്റ-2 അഗോണിസ്റ്റ് പ്ലസ് സാൽബ്യൂട്ടമോൾ, അത് IM or SC ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ഹൈഡ്രോകോർട്ടിസോൺ ആൻഡ് ഹെമിസക്സിനേറ്റ് പ്ലസ് ഓറൽ പ്രെഡ്നിസോളോൺ. ദെൻ ആൻറ്റിബയോട്ടിക് ഇൻ കേസ് ഓഫ് ഇൻഫെക്ഷൻ, IV fluids to correct dehydration and acidosis. Then artificial ventilation in extreme cases. Then magnesium sulfate adjuvant to bronchodilators ആയിട്ട് magnesium sulfate കൊടുക്കുന്നുണ്ട്. അതിന് പൊട്ടാഷ്യം സപ്ലിമെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ബിക്കോസ് റിപ്പീറ്റഡ് യൂസ് ഓഫ് സാൽബ്യൂട്ടമോൾ ഹൈപ്പോക്കലീമിയ ഉണ്ടാക്കും. സോ പൊട്ടാഷ്യം സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് ഇൻ ഷോർട്ട് ബ്രോങ്കിയൽ ആസ്മ. ബ്രോങ്കിയൽ ആസ്മയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് ചോദിക്കാം, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രോങ്കിയൽ ആസ്മ, ദെൻ മെക്കാനിസം ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ്. ഇതൊക്കെ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്.